പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് നടിയും നാടക പ്രവർത്തകയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പു. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പുതിയ അധ്യായത്തിൽ ആകാശവാണിയിലെ ഒരു പഴയ ആളെയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി കിട്ടിയിരിക്കുന്നത്. നടി, നാടക പ്രവർത്തക, നാടൻ പാട്ട് കലാകാരി, അങ്ങനെ പല നിലകളിൽ കേരളം മൊത്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ ഇടയിൽ കൂടി കുറേ അല്ലാത്ത പ്രവർത്തനങ്ങളും ഉണ്ട്. അത് മനുഷ്യസേവന പ്രവർത്തനങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് കൂടുതൽ സംസാരിക്കാം അതിനെക്കുറിച്ചിട്ട്. നമസ്കാരം, ശൈലജ പി അമ്പുവാണ് ഇന്നത്തെ അതിഥി. പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാഗതം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് ഞാനൊരു വലിയ കൺഫ്യൂഷനിലാണ്. എനിക്ക് തോന്നുന്നു നാടകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു കാലഘട്ടത്തിൽ നേരെ നാടകത്തിലേക്ക് എത്തിപ്പെടുന്നു. പ്രത്യേകിച്ച് ഒരു സ്പേസ് ഉണ്ടാക്കി തന്ന നാടകം ഭഗവതജൂതമാണ്. അതെ അതെ അതെ. ആദ്യത്തെ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ നാടകം ഭഗവതജൂതം തന്നെയാണ്. ജോഷേട്ടൻ്റെ കൂടെ. എങ്ങനെയായിരുന്നു നാടകത്തിലേക്ക് എത്തുന്നത്? കാരണം ആ സമയം അഭിനയമോഹമുള്ള എല്ലാ ആൾക്കാരും കുറച്ചുകൂടി ഗ്ലാമറസ് ആയിട്ടുള്ള സിനിമയിലേക്കോ ഏറ്റവും കുറഞ്ഞത് സീരിയലിലേക്കോ എങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് നാടകം പണ്ട് തൊട്ട് എൻ്റെ പാഷനാണ്. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് കഴിഞ്ഞ സമയം തൊട്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ വനിതാ സാഹിത്യയുടെ പരിപാടികളിൽ സജീവമായതുകൊണ്ട് കലാജാഥകളുടെ ഭാഗമായ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അനൂപ് ചന്ദ്രൻ ഉണ്ടല്ലോ, ക്ലാസ്മേറ്റ്സിലൊക്കെ ചേർത്ത അനൂപേട്ടനാണ് എന്നെ അഭിനയിലേക്ക് കൊണ്ടു ചെല്ലുന്നത്. അപ്പോൾ അഭിനയിൽ അന്ന് ചെയ്തിരുന്ന നാടകത്തിൻ്റെ, അതായത് അൻവർ അലി ചേട്ടൻ്റെ വൈഫായിട്ടുള്ള അമ്പിളി ചേച്ചി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ അമ്പിളി ചേച്ചി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ പകരക്കാരിയായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഒരു 2 ദിവസത്തെ റിഹേഴ്സലാണ് ഭഗവതജീവ നാടകത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ആ നാടകത്തിന് അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ രഘുത്തമൻ സാറ്, ദീപൻ ശിവരാമൻ, ജ്യോതിഷേട്ടൻ, അങ്ങനെ പലരും എടുക്കുന്ന നാടകത്തിന് വേണ്ടി വരുന്ന എഫർട്ടും അവരുടെ സത്യസന്ധതയും അവരുടെ ഡെഡിക്കേഷനും ഒക്കെ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു. നല്ല പട്ടിണിയായിരിക്കും, ഉറക്കം ഉണ്ടാവില്ല. അപ്പം ഇതിലും നാടകത്തിന് കിട്ടുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ട്. അവരെടുക്കുന്ന ഒരു പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ പല സാധനങ്ങളും വാങ്ങാൻ. എന്നിട്ടും അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് ശരിക്കും തിയേറ്റർ, ഇത് എനിക്ക് പഠിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് അങ്ങനെ തോന്നുമായിരുന്നു. അത്രയും ഭയങ്കര മുൻഷി ദിലീപേട്ടൻ, മുൻഷി ബൈചേട്ടൻ ഒക്കെ അവിടെ ഉണ്ട് ആ സമയത്ത്. ഒരുപാട് പേരുടെ ഒരു സ്ഥലമാണ്. അതെ അതെ, ഒരുപാട് പേര് അവിടെ നിന്ന് ഇറങ്ങി. കനി കുസൃതിയൊക്കെ ഒരു 7-8 കൊല്ലത്തെ ചരിത്രമുണ്ട് എനിക്കും കനിക്ക് ഒരുമിച്ച് താമസിച്ചതിൻ്റെ തന്നെ പറയാനാണെങ്കിൽ. അങ്ങനെ ആ സമയത്ത് അവിടെ ചെല്ലുകയും ഞാൻ പിന്നെ ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിക്കുകയും സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ്, അന്ന് ബന്ധു പ്രസാദ്, ഇപ്പം നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന്റെ ഒക്കെ കോർഡിനേറ്ററാണ് ബന്ധു പ്രസാദാണ് എനിക്ക് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൽഹിയിലേക്ക് അയക്കുന്നത്. അങ്ങനെ ഇന്റർവ്യൂവിന് പോയി സെലക്ഷൻ കിട്ടി, സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ തിയേറ്റർ അവിടെ നിന്ന് പഠിക്കുകയാണ് ചെയ്തത്. അഭിനയ അന്നത്തെ കാലത്ത് ഒരു വലിയ കളരിയായിരുന്നു. അതെ അതെ. അവിടെ നിന്ന് ഒരുപാട് മലപാർവതി, കനി കുസൃതി, അങ്ങനെ അത്തരത്തിലൊരു വലിയ ശ്രീകാന്ത് ഏട്ടൻ അറിയപ്പെടുന്ന ലൈറ്റ് സെന്റർ. അതെ. അപ്പൊ അത്തരത്തിൽ സ്റ്റേജിൽ മാത്രമല്ല പിന്നീട് പ്രവർത്തിച്ച ഒരുപാട് പേരും അതിന്റെ പ്രോഡക്റ്റായി വന്നിട്ടുണ്ട്. അന്നത്തെ ഉള്ള ഒരു കൂട്ടായ്മകളെ കുറിച്ച് പറയാമോ? അഭിനയിലെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ വെറും കട്ട കെട്ടിയ ഷീറ്റിട്ട് ഒരു ചെറിയ ഓഫീസ് റൂമും ഒരടച്ചുറപ്പും ഇല്ലാത്തൊരു ഷെഡ്, ഒരു നനഞ്ഞ ഉള്ളൂര് ഒരു നനഞ്ഞ വയല് പ്രദേശത്ത് കിട്ടിയിരിക്കുന്ന ഓല ഷെഡാണ്. അവിടെയാണ് റിഹേഴ്സൽ നടക്കുന്നത്. ശരിക്കും തറയിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് നനയും. നമുക്ക് ഇരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, കസേരകളൊന്നുമില്ല, നല്ല കസേരകളില്ല, ഒടിഞ്ഞ കസേരകളൊന്നോ രണ്ടോ കിട്ടിയാലേ. പിന്നെ കഴിക്കാൻ പ്രോപ്പറായിട്ടുള്ള ഫുഡില്ല. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ്, പല മേഖലയിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് വരുന്നത്. പത്രമിടുന്നവരുണ്ട്, കൽപ്പണിക്ക് പോകുന്നവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. ബന്ധുപ്രസാദ് ഒന്ന് LLBക്ക് പഠിക്കാം. അങ്ങനെ പലരും ഈ ക്യാമിയോയിൽ ശ്രീകാന്തേട്ടനൊക്കെ ചുമ്മാ ഉള്ള പാട്ടുകളൊക്കെ റൗണ്ട് രൂപത്തിലാക്കി ലൈറ്റുകൾ ഉണ്ടാക്കൽ, അങ്ങനെയൊക്കെ. ചിലപ്പോൾ രാവിലെ 10 മണിക്ക് വരുന്നവരുണ്ട്, ചിലപ്പോൾ വൈകിട്ട് വരുന്നവരുണ്ട്. ഇവരെല്ലാവരും ഒന്നിക്കും. ലേറ്റ് നൈറ്റ് രാത്രിയിൽ റിഹേഴ്സലുകൾ നടക്കും. നമ്മൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ആഹാരം കഴിക്കും. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഒരു എനർജി ഉണ്ടല്ലോ. പൊതുവെ വരുന്നവരെല്ലാം സോഷ്യലി കുറച്ചുകൂടെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് സൊസൈറ്റി പറ്റിയ ഒരു ധാരണ കാണും. അപ്പോൾ അവരെടുക്കുന്ന ഒരു എഫർട്ടുണ്ട്. ആ എഫർട്ടാണ് നാടകത്തെ വളരെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ ഒരു സൗഹൃദമൊന്നും സത്യത്തിൽ എനിക്ക് പിന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർക്കും. ഇത് മിസ് ചെയ്യും. എനിക്കിപ്പോഴും എവിടെ ചെന്നാലും ഈ കാര്യങ്ങൾ എനിക്ക് മിസ് ചെയ്യും. അപ്പോൾ ഇപ്പോഴും ആ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മൾ അത്രത്തോളം അങ്ങ് ചെറുപ്പമാവും. അന്നത്തെ ഓർമ്മകളിൽ ഇങ്ങനെ നമുക്ക് എത്ര കൂടെ ഇരുന്നാലും നമുക്ക് സമയം തികയത്തൊട്ടാവുന്നില്ല. അതൊരു വലിയ രസമുള്ള കാര്യമാണ്. ആ എനർജിയും. അതെ അതെ.
ഏതോ ചെറുകുടി ഒച്ചകളാണ്. പിന്നെ നമ്മൾ ഒരു സോളോ പെർഫോമൻസ് എന്നുള്ള നിലയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെട്ട സാം ജോർജ് ആയിരുന്നു ഡയറക്ട് ചെയ്തിരുന്നത്. കുന്തിയാണ് ചെയ്ത റോള്. അതിനെക്കുറിച്ച് പറയാമോ? ഏതോ ചെറുകടി വെച്ചുകൾ സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു. അത് സൂര്യ ഫെസ്റ്റിവലിലാണ് ആദ്യത്തെ അവതരണം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഭാരത് രംഗ് മഹോത്സവത്തിൽ ഓൾ ഇന്ത്യ തലത്തിലും അല്ലാതെ പുറത്തുനിന്നുള്ള നാടകങ്ങളിൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഭാരത് രംഗ് മഹോത്സവത്തിന് ആ സോളോ പെർഫോമൻസ് കളിക്കാൻ വേണ്ടി ഡൽഹിക്ക് പോകുന്നത്. അത് നമ്മുടെ വലിയൊരു അനുഭവമായിരുന്നു. എനിക്ക് ഭാരത് രംഗ് മഹോത്സവത്തിൽ ഒരുപാട് പ്രൊഡക്ഷൻസ്, ഈ ഭഗവത് ജുഗം ചെയ്തു, സിദ്ധാർത്ഥ ചെയ്തു, അങ്ങനെ പല പ്രൊഡക്ഷനും ചെയ്ത് നമ്മളത് വലിയൊരു ഗ്രൂപ്പായിട്ടാണ് പോണത്, 10-25 പേര്. പക്ഷേ ഇത് എൻ്റെ ഒരു സോളോ പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ 6-7 പേരാണ്, പപ്പറ്റൊക്കെ ഉണ്ട് ചെയ്യാൻ. അങ്ങനെ പോയി ചെയ്യുമായിരുന്നു. അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നു. പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും പ്രധാനം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഞാൻ നേരെ വരുന്നത് ട്രിവാൻഡ്രത്തേക്കല്ല, ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മത്സ്യഗന്ധി, വേറൊരു സോളോ. പക്ഷെ രണ്ടും 2 ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് മത്സ്യത്തൊഴിലാളി സ്ത്രീയാണ് മത്സ്യഗന്ധി, അത് സജിത ചേച്ചി ഡയറക്ട് ചെയ്ത, സജിത പടത്തെ. നമുക്കൊരു പാട്ട് കേൾക്കാം. കേൾക്കാം പാട്ട് കേൾക്കാം. നമുക്ക് ഏത് പാട്ട് കേൾക്കാം? എനിക്ക് ആദ്യം പൊന്മാനിലെ പാട്ട് കേൾക്കാമെന്ന് തോന്നുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്ന സിനിമ പൊന്മാനാണ്. അതിലേത് പാട്ടാണ്? ആ നെഞ്ചിൽ പണ്ടേ നോവായി എന്ന് തുടങ്ങുന്ന പാട്ടുണ്ടല്ലോ, ചിത്ര ചേച്ചി പാടിയ പാട്ട്. സുഹൈൽ കോയയാണ് എഴുതിയിരിക്കുന്നത്, ജസ്റ്റിൻ വർഗീസിന്റെ. പിന്നെ സ്ത്രീധനമാണ് അതൊരു വിഷയം, അതൊരു സാമൂഹ്യ വിപത്താണ്. അപ്പം ആ ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ വളരെ ശ്രദ്ധിക്കപ്പെട്ട, എന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടൊരു ക്യാരക്ടറാണ്. നമുക്ക് അതിനെക്കുറിച്ചും കൂടുതൽ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അതിനു മുന്നേ നമുക്ക് പാട്ട് കേൾക്കാം. നമുക്ക് നാടകം വിട്ട് ഇനി പൊന്മാനിലെ പാട്ട് വന്ന സ്ഥിതിക്ക് കുറച്ച് നേരം സിനിമ സംസാരിക്കാം. പൊന്മാനിലെ സിനിമ സൂചിപ്പിച്ചതുപോലെ സ്ത്രീധനമാണ് പ്രധാന വിഷയം. ഇന്നും അത് എങ്ങനെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു കുടുംബത്തിനെ എത്ര ആഴത്തിൽ ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു, അവരുടെ ജീവിതം എത്രമാത്രം മാറ്റിമറിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തെ എത്ര സ്വാധീനിക്കുന്നു എന്നൊക്കെയാണ് ആ സിനിമ പറയുന്നത്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്ത് കടന്നു വരുന്ന ഒരാളാണ്. ഒരുപക്ഷെ അയാളോട് നമുക്ക് ഏറ്റവും വെറുപ്പും, ഈ സ്ത്രീ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, അത് നന്ദിയില്ലാത്ത ഈ സ്ത്രീ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു റോളാണ്. പലപ്പോഴും കിട്ടിയിട്ടുള്ള റോളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ നമുക്ക് തൊട്ടടുത്ത് പരിചയമുള്ള ആരോ ആണ് എന്ന് തോന്നുന്ന റോളുകളാണ്. പൊന്മാനിലെ റോളിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളതിലേക്ക് വരാം. പൊന്മാനില് ജോയ് ശങ്കർ സാർ ആദ്യം ചെന്ന കാര്യങ്ങൾ പറയുമ്പം സത്യത്തിൽ ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, സ്ത്രീധനം എന്ന് പറയുന്നത്, അത് എല്ലാം എനിക്ക് തോന്നുന്നു ഒരു 95% സ്ത്രീകളുടെ ജീവിതത്തിലും അങ്ങനെ ആ പ്രശ്നങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ച് കടന്നു പോയിട്ടുണ്ടാവും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനാണെങ്കിൽ 5 പെങ്ങന്മാരാണ്. ഇവരെ ആരെയും സമയത്ത് കല്യാണം കഴിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രാരാബ്ധക്കാരനായിട്ടുള്ള ഒരു സഹോദരനായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ അതിൻ്റെ സ്ട്രെസ് വല്ലാണ്ട് ആൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതെൻ്റെ അമ്മ അനുഭവിക്കുന്നതും എൻ്റെ അപ്പച്ചിമാർ അതിൽ സങ്കടപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടാണ് നമ്മുടെ ഒരു കുട്ടിക്കാലം. പലപ്പോഴും നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും അപ്പൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അടിക്കുകയും ചെയ്യായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അറിയാം. പെങ്ങന്മാർ കല്യാണം കഴിക്കാത്തപ്പോൾ സൊസൈറ്റി ചോദിക്കുന്ന ഓരോ ചോദ്യമുണ്ട്. ഇവർക്ക് കൊടുക്കാൻ സ്ത്രീധനമില്ല, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ മറ്റ് പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോയി, എൻ്റെ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുന്നില്ല. അതിലൊരു പുള്ളി അനുഭവിച്ചിരുന്ന ഒരുപാട് വിഷയങ്ങൾക്ക് അടി കൊണ്ടിട്ടുള്ള, പേഴ്സണലി നന്നായി അടി കൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ നമ്മളതിനെ ഇപ്പോൾ അങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോളെ വളർത്തുന്ന സമയത്ത് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ പറയുന്ന, എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇപ്പം എനിക്കുണ്ട്. ഞാൻ ഒരിക്കൽ 1% പോലും എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വളർത്തുന്നില്ല. അവൾ പഠിക്കണം, അവൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം, അവൾക്ക് നിലപാടുകൾ ഉണ്ടാവണം, അവളുടെ അഭിപ്രായങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ വിലയുണ്ടാവണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ആ കുട്ടിയെ വളർത്തുന്നത്. അപ്പം നമ്മൾ ഇപ്പം ആലോചിക്കുമ്പം അയ്യോ പാവം എൻ്റെ അപ്പച്ചിമാരും എൻ്റെ അച്ഛനും എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം വരുമല്ലോ നമുക്ക്. അതും കൂടെയാണ് എനിക്ക് സിനിമയെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നാൻ ഒരു കാരണമായത്. പിന്നെ ശരിക്കും ജോയ് ശങ്കറിൻ്റെ ഡയറക്ഷൻ, പുള്ളി ഒരു ആർട്ട് ഡയറക്ടറാണ്. പിന്നെ പുള്ളി അത് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഞാനിടുന്ന ഒരു മാല പോലും സെലക്ട് ചെയ്യാൻ ആളെടുത്ത ഒരു പണിയുണ്ട്. ആ കൊണ്ടുവന്ന മാല കുറച്ച് കട്ടിയുള്ള മാല, അപ്പം ഇത് കണ്ടാൽ 3 പവൻ തോന്നില്ല. അപ്പൊ കൃത്യമായി 3 പവനുള്ള മാല തരൂ എന്ന് പറഞ്ഞ് പുള്ളി അതിനകത്തെടുത്തൊരു എഫർട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന മാല വരവല്ല, ശരിക്കും ഒറിജിനൽ സ്വർണ്ണമാല അവിടെ അടുത്തുള്ളൊരു ചേച്ചിയുടെ വാങ്ങി എനിക്ക് ഇട്ട് തരിക ചെയ്തത്. അത്രയും കെയർഫുൾ ആയിട്ടാണ് ആൾ അതിനകത്ത് ഇടപെടുന്നത്. പിന്നെ ഇങ്ങനെ തന്നെ ഇത് പറയണം. പിന്നെ എൻ്റെ കൂടെ അഭിനയിക്കുന്ന സന്ധ്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ സന്ധ്യ ചേച്ചി എന്ന് പറയുന്ന ഒരു ആക്ടർ, ഗംഭീരമാണല്ലോ, പറയണ്ടല്ലോ. നമ്മുടെ ഇവിടുത്തെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രോഡക്റ്റ്. അതെ. അപ്പം അതും കൊണ്ട് ഭയങ്കര സെറ്റിൽ ചെന്നിട്ടാണ് ഞങ്ങൾ അവിടെ വെച്ചാണ് ആദ്യമായി നേരിൽ കാണുന്നത് പരസ്പരം. ഞാൻ സന്ധ്യ ചേച്ചിയുടെ നാടകം കണ്ടിട്ടുണ്ട്, ഇൻസ്പയർഡ് ആണ്. പക്ഷെ മിണ്ടാൻ പറ്റുന്നൊരു അതൊരു നല്ല അനുഭവമായിരുന്നു സന്ധ്യ ചേച്ചിയുടെ അത് വർക്ക് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്ന, എനിക്ക് കുറേ ഈ ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ കമന്റ് ഇടുമ്പോഴും പറയും, ബേസിലിന്റെ ജീവിതം നീ തകർത്തില്ലേ, പി അജേഷിനെ കൊണ്ട് കുത്തു കിട്ടാനുള്ള കാരണം നീ സ്വർണ്ണമാല കൊടുക്കാഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു.
നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല കുറച്ചുകൂടി കായികമായി എഫേർട്ട് എടുക്കേണ്ടി വന്നൊരു പ്രൊഡക്ഷൻ കൂടി ആയിരുന്നില്ല. കാരണം ഈ വള്ളത്തിൽ കയറി യാത്ര ചെയ്ത് അകത്തേട്ടൊക്കെ പോവുക, അതെ അതെ, ആ യാത്രകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ. അപ്പോൾ നല്ല രസമാണ്, ഈ നല്ല തണുത്ത കാറ്റും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പാട്ട് പാടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടിരുന്നു. അങ്ങനെ വള്ളത്തിൽ എല്ലാവരും കുറേ പേരുണ്ടല്ലോ, എല്ലാവരും പരിചയക്കാർ. ജയചേച്ചി, ജയക്കുറുപ്പുണ്ട്, ലക്ഷ്മിയുണ്ട്, മറ്റേ ബ്ലോഗർ ലക്ഷ്മി. നല്ല സൗഹൃദമായിരുന്നു. രാത്രിയിലൊക്കെ ഷൂട്ടിൻ്റെ സമയത്ത് കിട്ടുന്ന ബ്രേക്കിലെല്ലാം ഇഷ്ടംപോലെ കഥ പറയാനുണ്ട് എല്ലാവർക്കും. നല്ല രസമായിരുന്നു. ഓക്കെ. അതുപോലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ഒന്നാണ് മഹാവീര്യർ. മഹാവീര്യരുടെ കോടതി സീനിൽ യാദൃശ്ചികമായി കൊണ്ടുവരുന്ന ഒരു വലിവുള്ള സ്ത്രീയാണ്. വളരെ രസകരമായ ഒരു കഥയും അവർക്ക് പറയാനുണ്ട്. വളരെ ഭംഗിയായി നേരിട്ട് പരിചയമുണ്ടെങ്കിലും ശൈലജയ്ക്ക് എപ്പോഴാണ് ഇങ്ങനെ ഇത്രയും വലിയ വലിവ് പിടിച്ചത് എന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഞാനത് മെസ്സേജ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ അതെ അതെ. എങ്ങനെയാണ് മഹാവീര്യരിലെ റോള്? മഹാവീര്യയിലെ ഏബിൾ ഷെൻ സാറ് കോവിഡ് സമയത്ത് വിളിക്കായിരുന്നു. കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞൊരു സമയത്താണ് നേരിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ നാട്ടുകാർ.com എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് അഭിലാഷ് ഡയറക്റ്റ് ചെയ്തിട്ട് ഞാനും പ്രമോദേട്ടനുമാണ് അതിനകത്ത്, പ്രമോദ് വെളിയനാടാണ് അഭിനയിച്ചിരുന്നത്. അപ്പം അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് രണ്ടുപേരെയും വിളിക്കുന്നത്. അപ്പം പ്രമോദേട്ടൻ ഇപ്പം അറിയാമല്ലോ, ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അമച്ചർ നാടകത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയ ആളുമാണ്. പ്രമോദേട്ടൻ ഒരു രക്ഷയില്ലാത്ത ആക്ടറാണ്. അപ്പോൾ കൂടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടും നമുക്കും അഭിനയിച്ചേ പറ്റൂ. അങ്ങനെ അത്രയും നന്നായി ഞങ്ങൾക്കൊരു കോംബോ വർക്കൗട്ട് ചെയ്യും. അപ്പം ആ സീൻ സത്യത്തിൽ ഞങ്ങൾ വർക്കൗട്ട് ചെയ്തെടുത്ത സീനാണ്. ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ഞങ്ങളും കൂടി ഇരുന്ന് ആ സീൻ വർക്കൗട്ട് ചെയ്തെടുത്തതാണ്. ആ സീൻ നന്നായിട്ട്, ആ സിനിമയിൽ ഏറ്റവും ക്ലിക്കായിട്ടുള്ളൊരു സീൻ അതാണ്. എന്താണ് ചില്ലറ പൈസയായിട്ട് ഫൈൻ കൊണ്ടുവരുന്നതും അത് എണ്ണാനെടുക്കുന്ന ഒരു എഫേർട്ടും മൊത്തത്തിലൊരു തമാശയാണ് അത് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലും ഒരു ചെറിയ സങ്കടമുള്ളൊരു കാര്യം അവിടെ അണ്ടർലൈൻ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അതുപോലൊരു സിനിമയായിരുന്നു ഉപചാരപൂർവ്വം ഗുണ്ടജയിലിലെ അമ്മായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം തന്നെ നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ആരോ ആണ് എന്ന് തോന്നിക്കുന്ന വേഷങ്ങളാണ്. അത്തരം വേഷങ്ങൾ തേടി വരുന്നതാണോ അതോ തെരഞ്ഞെടുക്കുന്നതാണോ? തേടി വരുന്നതാണ്. സത്യത്തിൽ ഞാൻ അത്രയ്ക്ക് സെലക്റ്റീവ് ആണോ എന്ന് വെച്ചാൽ ഞാൻ സെലക്റ്റീവ് അല്ല. എനിക്ക് പറ്റുന്ന ക്യാരക്ടറുകളെല്ലാം, കിട്ടുന്ന ക്യാരക്ടറുകളെല്ലാം ചെയ്യാൻ ഒരു നടന് പറ്റണം, ഒരു നടിക്ക് പറ്റണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതിലാണ് ഒരു നടൻ്റെ പരിമിതികൾ ഇല്ലാതാകുന്നത്. അല്ലാതെ നമ്മൾ ഇതേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ചുരുങ്ങിപ്പോവും. അല്ലാതെ ചെയ്യാൻ പറ്റണം. ഇത് വരുന്നതാണ്. ഇതും നാട്ടുകാർ.com കണ്ടിട്ടാണ് അരുൺ വൈഗ എന്നെ വിളിക്കുന്നത് ശരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ ശരിക്കും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആലപ്പുഴക്കാരിയാണെന്നാണ്, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണെന്നല്ല വിചാരിച്ചിരിക്കുന്നത്. അത് തന്നെ ഒരു പോസിറ്റീവ് സൈഡാണ്. ആ ലാംഗ്വേജ് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സുധീരേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഇവരൊരു ഫാമിലി ആയിട്ട് അതിന്റെ ഒരു പാവം ഭാര്യ. അതെ 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 അതെ. ജോണി ആന്റണി ചേട്ടൻ, അങ്ങനെ പലരും ഉണ്ടല്ലോ അതിൽ. നല്ല രസമായിരുന്നു അതും. ഇതും 1 മാസത്തോളം ഉണ്ട്. അവിടുന്ന് കിട്ടിയ കൂട്ടുകാരികൾ കുറച്ച് പേരുണ്ട്. രാധാ ഗോമതി, ഉത്തര, അങ്ങനെ ഒരു സൂര്യ, അവിടെയൊക്കെ ഇപ്പോഴും വളരെ അടുപ്പമാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ടിന് സമയമായി. ഏത് പാട്ട് പറയും? ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ നടൻ എന്ന വീണ്ടും നാടകമാണ്. നടൻ 2014 റിലീസായ സിനിമയാണ്. എന്റെ ഫസ്റ്റ് സിനിമ നടനാണ്. അതെ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. ഡോക്ടർ മധു വാസുദേവാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ഔസേപ്പച്ചൻ സംഗീതം, പാടിയിരിക്കുന്നത് വൈക്കം വിജയലക്ഷ്മി. പുള്ളിക്കാരത്തെ പറ്റി നമുക്ക് പറഞ്ഞാൽ തീരില്ലല്ലോ. പരിമിതികളെ എല്ലാം പ്രപഞ്ചമാക്കി മാറ്റിയ അത് വല്ലാത്തൊരാളല്ലേ. അതെ 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 അതെ. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് എനിക്ക് വൈക്കം വിജയലക്ഷ്മി. രക്ഷയില്ലാത്ത ആളാണ്. നമുക്ക് പാട്ട് കേൾക്കാം. നടനിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. വീണ്ടും നാടകത്തിലേക്ക് വരികയാണ്. സിനിമ തുടങ്ങുമ്പോഴത്തേക്കും അതും നമ്മളെ തേടി വരുന്നത് നാടകത്തിനെ കുറിച്ചുള്ള ഒരു സിനിമയിലാണ്. യാദൃശ്ചികമായി സംഭവിച്ചതാണോ? യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അന്വേഷിച്ച് ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ശരിയാണല്ലോ, അത് ശരിയാ. നാടകക്കാരി ആയതുകൊണ്ട് ആയിരിക്കാമോ അത്തരത്തിലൊരു വേഷം? അറിയാൻ വയ്യ, അത് അങ്ങനെ വന്നു. സന്തോഷ് കീഴാറ്റൂരാണ് അതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. സന്തോഷ് ഏട്ടനാണ്. നാടകത്തിൻ്റെതായതുകൊണ്ട് വിളിച്ചതായിരിക്കാം ഒരു പക്ഷെ. അങ്ങനെ ആയിരിക്കാം. അദ്ദേഹം വളരെ പ്രശസ്തനായ നാടക പ്രവർത്തനം. അതെ 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 അതെ. അപ്പോൾ സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു സിനിമ കാന്തിയാണ്. അശോക് അർനാഥ് സംവിധാനം ചെയ്ത കാന്തി. അത് ബോസ്റ്റൺ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുകയും ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിലെ ഒരു അമ്മയുടെ ഒരുപാട് പരിമിതികളുള്ള ഒരു മകളെ കുറിച്ചുള്ള വേവലാതികൾ ഓൺലൈനിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അഭിനയിച്ച് ഫലിപ്പിക്കേണ്ടിയിരുന്നത്.
മാനവീയം വീതിയിലായിരുന്നു സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്നത്. സാർ എന്നെ കാണാൻ വരുന്ന, അശോകനാഥ് സാർ കാണാൻ വരുന്ന അവിടെയാണ്. മാനവീയ വീതി പറഞ്ഞ പോലെ തന്നെ അറിയാമല്ലോ, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു പ്രധാന സ്ഥലമാണ്. അപ്പം ഈ കഥ കേൾക്കുമ്പോൾ പണപരമായിട്ടുള്ള അതിൻ്റെ ബെനിഫിറ്റുകളെ പറ്റി ഒന്നും തന്നെ ഞാൻ ഓർത്തിട്ടില്ല. പക്ഷേ സൊസൈറ്റിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടതാണ്, എനിക്ക് എൻ്റെ സൊസൈറ്റിയോട് എനിക്ക് ഈ കഥ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. അത്രയും നമ്മുടെ ആദിവാസി സമൂഹത്തിനിടയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി, പല ക്യാമ്പുകൾക്ക് വേണ്ടി പോകുമ്പോഴും നമ്മൾ അവിടുത്തെ കുട്ടികളുടെയും അമ്മമാരുടെയും വിഷയങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അപ്പോൾ എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയിട്ട് തന്നെ ചെയ്തത്, നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു സിനിമയാണ്. കാട്ടിനുള്ളിൽ തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് അതിൻ്റെ ഷൂട്ട് നടന്നിരുന്നത്. ആദിവാസി ഊരിലെ ആൾക്കാർ തന്നെ നമ്മൾ രാത്രിയിൽ ആ പൊന്തക്കാടിനിടയിൽ പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ രാവിലെ അവർ നമ്മളോട് അയ്യോ ഞങ്ങൾ പോലും ഇരുട്ടിയാൽ അവിടെ പോകില്ല, അവിടെ രാജവെമ്പാലയുണ്ട് എന്നൊക്കെ പറയും. നമ്മൾ അവിടെയൊക്കെ ആ വെള്ളത്തിലൊക്കെ ഷൂട്ട് ചെയ്ത് രാത്രി ഷൂട്ട് കഴിഞ്ഞ് 1 മണി 2 മണി കഴിയും കാടിറങ്ങാൻ. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പരിചയമില്ലല്ലോ, അവരുടെ ജീവിത രീതിയോട് നമ്മൾ പൊരുത്തപ്പെടണം. അപ്പോൾ അതിനു വേണ്ടി തന്നെ അവർ മുറുക്കുന്നുണ്ട്. അപ്പം ഞാൻ കാര്യമായിട്ട് മുറുക്കാൻ ശീലിച്ചു. പിന്നെ ദേഹത്ത് എണ്ണ തേക്കാതെയൊക്കെ കുറേ ബോഡി ഡ്രൈ ആക്കി കുറേ വെയിൽ കൊണ്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും മനഃപൂർവ്വം നമ്മൾ അവാർഡിന് വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. ശരിക്കും നമ്മൾ ആ ക്യാരക്ടറിനോട് കാണിക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ ചെയ്യുന്നതാണ്. അതെനിക്ക് വലിയൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറേ നാളത്തേക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നു. കാര്യം വായെല്ലാം പൊള്ളിപ്പോയി, ഈ മുറുക്കി നമുക്ക് ശീലമില്ല. പിന്നെ അതിനകത്ത് അഭിനയിക്കാൻ വന്ന ഒരു ഡോക്ടറുണ്ട്, പുള്ളി ഡെന്റിസ്റ്റാണ്. ഇതിനകത്ത് ഡോക്ടറായിട്ട് അഭിനയിക്കുമായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വരൂ, വന്നിട്ട് ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് തരാം, പക്ഷെ ട്രീറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ പിന്നെ മുറുക്കരുത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞാൻ മുറുക്കുന്ന ആളല്ല, ഞാൻ ഇതിനു വേണ്ടിയാണ് മുറുക്കിയത്. അപ്പോൾ ഡോക്ടർ അയ്യോ ഇത്ര മാത്രം കറയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അതായത് നമുക്ക് ഡ്രസ്സ് മാറ്റാൻ പോലും ഉള്ളൊരു സ്ഥലം അവിടെ ഇല്ല. പക്ഷെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കൂടെയുള്ള ഒരു ചേച്ചിയുണ്ട്, ഞാൻ അതിനകത്ത് അഭിനയിക്കുന്ന ആ ക്യാരക്ടറിന്റെ അമ്മ, പുള്ളിക്കാരത്തി തുണി പിടിച്ചു തരും. അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറ്റി അങ്ങനെയൊക്കെയാണ്. വളരെ പരിമിതമായ സാഹചര്യത്തിൽ ചെയ്ത ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തു തീർത്തൊരു സിനിമയാണത്. അതിനൊരു അന്തർദേശീയ പുരസ്കാരം കിട്ടി എന്നറിയുമ്പോൾ എങ്ങനെയായിരുന്നു, ആരായിരുന്നു വിളിച്ച് പറഞ്ഞത്? അത് വിളിച്ചു പറഞ്ഞ ഡയറക്ടർ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ഡയറക്ടർ വിളിച്ചിട്ട് ഇങ്ങനെ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ നമ്മൾ ഇപ്പം ബോസ്റ്റൺ ഫിലിം ഫെസ്റ്റിവൽ, അതൊക്കെ ഒരു വലിയ സംഭവമാണ്, അങ്ങനെയാണ് നമ്മൾ. പക്ഷെ പിന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് അതിൻ്റെ ഒരു എഫർട്ടിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് അവാർഡ് കിട്ടുന്ന സന്തോഷം. പക്ഷെ അതിനേക്കാൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നതെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായും ഇങ്ങനെ പല പല മേഖലകളിൽ വ്യാപരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇതെല്ലാം കൂടി ഈ 45 മിനിറ്റിനകത്ത് സംസാരിച്ച് കഴിയുമോ എന്നെനിക്ക് സംശയമാണ്. എങ്കിലും മാനവീയം വീതിയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ച് പോയ സ്ഥിതിക്ക്, മാനവീയം വീതി എന്ന് കാണുന്ന ഒരു രൂപത്തിലാകുന്നതിന് മുന്നേ എല്ലാ ഞായറാഴ്ചകളിലും ഒരു കൂട്ടം ആൾക്കാർ വന്ന്, ആരും സംഘടിപ്പിക്കുന്നതൊന്നുമല്ല, കുറേ ആൾക്കാർ കൂടുന്നു, അവർക്ക് പാടാൻ തോന്നാൽ പാടും, അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തോന്നിയാൽ ഡാൻസ് കളിക്കും. അത്തരത്തിൽ വളരെ സ്വതന്ത്രമായിട്ടുള്ള എക്സ്പ്രഷൻസ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ കാഴ്ചക്കാരിയായി എത്തിയ ആള് പിന്നെ അവിടുത്തെ നടത്തിപ്പുകാരിയാവുന്നു. ഞാൻ അഭിനയിൽ ചെല്ലുന്ന സമയത്താണ് മാനവീയത്തിലേക്ക് ചെല്ലുന്നത്. അന്ന് സത്യത്തിൽ അഭിനയമാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ 2000 മാനവീയം പരിപാടി നമ്മുടെ നയനാർ സർക്കാരിന്റെ സമയത്ത് ബേബി സഖാവും കൂടെ ചേർന്നിട്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സൂര്യകൃഷ്ണമൂർത്തി സാറ്, ഡി രഘുത്തമൻ സാറ്, അവരെല്ലാവരും കൂടെയാണ് ഇങ്ങനെ ഒരു ഇടനാഴി, സംസ്കാരത്തിന് വേണ്ടി ഒരു സാംസ്കാരിക ഇടനാഴി വേണമെന്നും, അത് പുറം രാജ്യങ്ങൾ ഫ്രാൻസിലൊക്കെ വളരെ സജീവമാണ് ആ കാലത്തും, അങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത് ആര് നടത്തിക്കൊണ്ട് പോകുമെന്നുള്ള ഒരു ചോദ്യത്തിന്റെ അവസാന ഉത്തരവായിരുന്നു അഭിനയയിലെ ചെറുപ്പക്കാർ. അങ്ങനെയാണ്. അപ്പോൾ അഭിനയം രഘുചേട്ടൻ്റെ കാറിൽ കഴിയാവുന്ന അത്ര ആൾക്കാരെ കയറ്റി, ഞാൻ രഘുചേട്ടൻ്റെ മടിയിലൊക്കെ ഇരുന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ആളാണ്. അപ്പോൾ അത്രയും പേരെ കാറിൽ കയറ്റും, കാര്യം വണ്ടിക്കൂലിക്കുള്ള പൈസ ഇല്ലെന്നേ. അപ്പോൾ അങ്ങനെ വന്ന് മാനവീയത്തിൽ പാട്ട് പാടും. മാനവീയത്തിൽ അന്ന് പാട്ട് പാടുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ടാവും, 10-12 പേര് ചെറുപ്പക്കാരുണ്ടാവും. ചിലപ്പോൾ ഒരാളും 2 പട്ടിയുമായിരിക്കും കേൾക്കാനുണ്ടാവുക. ഞങ്ങൾ പക്ഷെ കൈകൊട്ടി പാടും. അവിടെ നിന്നിട്ടാണ് മാനവീയം വീഥി ഈ വളരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഇതൊരു സാംസ്കാരിക ഇടനാഴിയായിട്ട് മാറണം. അന്നൊക്കെ പലരും കുറേ കാലമൊക്കെ കഴിഞ്ഞ സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ ആ റോഡിൽ പാടുന്ന പെണ്ണല്ലേ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് മാനവീയം വളർന്നു. എല്ലാ ആഴ്ചകളിലൂടെ പരിപാടികളായി. 2015 അവസാനം മാനവീയം തിരുവോരക്കൂട്ടം എന്ന് പറഞ്ഞ സംഘടനയായത് മാറി. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പം തെരുവുകളിൽ അങ്ങനെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ സ്ത്രീയായിരിക്കും ഞാൻ. അതായത് അത്രയും കാലം, ഒരു 19 വർഷത്തോളം എല്ലാ ഞായറാഴ്ചകളിലും പാടുന്നു. അതിനുവേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും ആ പ്രോഗ്രാം നടക്കാൻ വേണ്ടി എല്ലാ ദിവസവും പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. അതിനുവേണ്ടി ഇങ്ങനെ നമ്മൾ സമയം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് കോവിഡിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് അത് അടച്ചിടുകയാണ്. അതിനുശേഷമാണ് പിന്നെ ഇപ്പോഴത്തെ മാനവീയം വീഥിയായിട്ടത് മാറിയത്, റീസ്ട്രക്ചർ ചെയ്യപ്പെടുന്നത്. അന്ന് നിങ്ങൾ ഞായറാഴ്ചകളിലാണെങ്കിൽ ഇന്നിപ്പോൾ എല്ലാ ദിവസവും അന്ന് മാത്രമല്ല 24 മണിക്കൂറും ആൾക്കാരുണ്ട്. അത് യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ. അതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം.
പിന്നെ അവിടുത്തെ ഒരു ഡിസിപ്ലിൻ എങ്ങനെ കീപ്പ് ചെയ്യണമെന്നുള്ളത് സൊസൈറ്റിയോടുള്ള ഒരു നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. എവിടെ നമ്മൾ എങ്ങനെ നിൽക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് വീട്ടിനുള്ളിൽ എടുക്കാവുന്ന സ്വാതന്ത്ര്യം, സൊസൈറ്റിയിൽ എടുക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം, അന്യന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള മാനുഷിക പരിഗണന, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതെ, തീർച്ചയായും നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിനുള്ള അതിരുകളും കൂടി വേണ്ടതുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു പാട്ടിന് കൂടി സമയമായി അല്ലേ? എനിക്ക് റഹ്മാനും ശോഭനയും അഭിനയിച്ച സിനിമ, അതൊക്കെയാണ് എൻ്റെ സമയത്തേക്ക് ഒരു പ്രണയഗാനം എന്നൊക്കെ പറയുന്നത്. എൻ്റെ സമയം എന്ന് പറയുന്നത് ഒരുപാട് പ്രായമായി എന്ന് തോന്നുന്നു, എൻ്റെ ഒരു പ്രണയ കാലഘട്ടം എന്നൊക്കെ. പിന്നെ പേഴ്സണലി എന്നോട് നാത്തൂനും പറഞ്ഞു, എൻ്റെ നാത്തൂനും പറഞ്ഞു, ചേച്ചി ഈ പാട്ട് പാടാൻ പറയണേ, ഇടാൻ പറയണേ. ആ പാട്ട് താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി ഏകയായി കേഴുമ്പോൾ കേൾപ്പു ഞാൻ നിൻ സ്വനം. ഭരതൻ എന്ന് പറയുന്ന വെർസറ്റൈൽ ജീനിയസ് എഴുതിയ പാട്ടാണ് ഔസേപ്പച്ചൻ സാറിൻ്റെ സംഗീതം. കേൾക്കാം. അതെ, പാടിതാരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമുക്ക് എന്തായാലും പാട്ട് കേട്ടിട്ട് വരാം. ഞാൻ ഈ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന എനിക്ക് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്, ഈ വ്യക്തിപരമായി അറിയുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് എവിടെ തുടങ്ങണം, എവിടെ കൂടിയൊക്കെ സഞ്ചരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ നമ്മൾ നാടകങ്ങളെക്കുറിച്ച് പറഞ്ഞ് വന്നപ്പോൾ കുന്തിയെക്കുറിച്ച് പറഞ്ഞു, ഏതോ ചെറുകിട ഒച്ചകളിൽ കുന്തിയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സോളോ പെർഫോമൻസ് ആണ് സരിതാ മഠത്തിലിൻ്റെ മത്സ്യഗന്ധിയിലെ പെർഫോമൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സോളോ പെർഫോമൻസസ് ആ സമയത്ത് ഒരു വലിയ ട്രെൻഡായി തന്നെ ഇന്ത്യ മൊത്തം നിന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ പല പെർഫോമൻസുകളും സോളോ പെർഫോമൻസായി സംഘടിപ്പിക്കുകയും അതിന് കൃത്യമായ ഒരു സ്റ്റേജ് എന്ന് പറയുന്നതിന് തന്നെ റീഡിഫൈൻ ചെയ്ത് പോവുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സമയത്താണ് മത്സ്യഗന്ധി സംഭവിക്കുന്നത്, അതിലേക്ക് വരുന്നത്. മത്സ്യഗന്ധി സരിത ചേച്ചി എഴുതി, സരിത ചേച്ചി സംവിധാനത്തിനും ഒക്കെ നിന്നിട്ടുള്ള ഒരു നാടകം. മത്സ്യത്തൊഴിലാളികളുടെ വിഷയമാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിലെ സ്ത്രീകൾ, അതേപോലെ തന്നെ സൊസൈറ്റിയിൽ പൊതുവെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നാടകം ചർച്ച ചെയ്യുന്നത്. 50 മിനിറ്റ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉള്ളത്. അത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ തന്നെ അവരുടെ ഇടയിൽ തന്നെ നമ്മൾ അതിൻ്റെ കുറേ പെർഫോമൻസസ് ചെയ്തിട്ടുള്ളൂ. അതല്ലേ എനിക്ക് അവാർഡ് കിട്ടുന്നതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള അനുഭവങ്ങളാണ് നൽകിയിട്ടുള്ളത്. കാര്യം അവർ നമ്മളെ അത്രയും സ്നേഹിക്കുന്നത്, മക്കളീ പറയുന്നതെല്ലാം ശരിയാണ് മക്കളെ എന്ന് വന്ന് പറഞ്ഞ് നമ്മളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് മീൻകറി തരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അവാർഡ് കിട്ടുന്നതിനേക്കാൾ വളരെ സന്തോഷമാണ് എനിക്കത്. സോളോ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ചലഞ്ച് ആണല്ലോ. അത് ഇത്രയും നേരം നമ്മളിലേക്ക് ശ്രദ്ധ അവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് നമ്മുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്. വേറെ സപ്പോർട്ട് ചെയ്യാനുള്ളത് ചിലപ്പം മത്സ്യഗന്ധിയിൽ തന്നെ മ്യൂസിക് തന്നെ വളരെ കുറവാണ്. മ്യൂസിക്കും ലൈറ്റും ഒക്കെയാണ്. പക്ഷെ മത്സ്യഗന്ധി പൊതുവെ ലൈറ്റ് ഇല്ലാതെയും പ്ലെയിൻ ലൈറ്റിലും അല്ലാതെ രാവിലെകളിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം ആൾക്കാരെ അങ്ങനെ കണ്ടിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു സ്കില്ല് കൊണ്ടാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്ന ഇടത്തിൽ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുത്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പണിയെടുത്തു, അതുകൊണ്ട് സംഭവിക്കുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ മാജിക് ഒന്നുമില്ല. ആക്ടർ എന്ന് പറഞ്ഞ വലിയ സംഭവം അങ്ങനെയൊന്നുമില്ല. നമ്മളതിൽ സത്യസന്ധമായി ഇടപെട്ടു, അതുകൊണ്ട് പറ്റി, അത്രയേ ഉള്ളൂ. ഒരു എന്താണ്, രാവിലെ കുന്തി അവതരിപ്പിക്കുന്നു, അധിക വ്യത്യാസമില്ലാതെ നേരെ തൃശ്ശൂർ വന്ന് മത്സ്യഗന്ധി അവതരിപ്പിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? പ്രാക്ടീസ് കൊണ്ട് സംഭവിക്കുന്നുള്ളൂ. നമ്മളൊരു ക്യാരക്ടർ ആവാൻ നമ്മൾ ഉള്ളിൽ എടുക്കുന്ന ഒരു പണിയുണ്ട്, ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇങ്ങനെ ചിന്തിച്ച് ഇത്തരത്തിൽ നടന്ന് ഇങ്ങനെയാക്കി അത് ചെയ്താൽ അതാണ്. അത് കഴിഞ്ഞ് ഇത് ചെയ്യണമെങ്കിൽ ഇതാവും, അല്ലെങ്കിൽ മറ്റതിന്റെ ഹാങ് ഓവർ കുറച്ച് കിടക്കും. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ഇത് ചെയ്യുന്ന വേറെ ഉണ്ടല്ലോ, അതിന്റെ ചിന്താമണ്ഡലം വേറെയാണല്ലോ. ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു, നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നു. ഒരു നാടൻ പാട്ട് കൂട്ടത്തിന്റെ നേതൃത്വം വഹിക്കുന്നു. ഇത്രയും നേരം ഇരുന്നിട്ട് താരും തളിരും പാടി കേട്ടു. അപ്പോൾ ഉറപ്പായിട്ടും ഒരു നാടൻ പാട്ടിന്റെ ഒരു 4 വരി കേൾക്കണം. നാടൻ പാട്ടിന്റെ ഒരു 4 വരി. ഇത് എഴുതിയ പാട്ടാണ്, നിലവിൽ നമ്മൾ തന്നെ പാടുന്നുള്ളൂ. അത് നമ്മുടെ മാനവീയത്തിലെ തന്നെ സുഭാഷ് മാനവീയം തിരുവോരക്കൂട്ടം പുള്ളിക്കാരൻ എഴുതിയ പാട്ടാണ്. ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ടൊരു പാട്ടായിട്ട് ഞാനിത് പാടാമെന്ന് വിചാരിക്കും. 4 വരി പാടാം. നേരാണേ നേരാണേ നേരെ പറഞ്ഞതാണേ നേരിൻ്റെ നാൾ വഴികൾ ചോരക്കളങ്ങളാണേ നേരായതു ചൊല്ലുവാനിന്നാളില്ല കൂട്ടുകാരെ നേരിൻ്റെ നാം പൊടിക്കാൻ നെറിയില്ല കൂട്ടമുണ്ടേ. ഇങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണിത്. ഓക്കെ, ഈ നാടൻ പാട്ടുകളെ കുറിച്ച് പറഞ്ഞ് നമുക്കിന്നുള്ള സമയം വളരെ കുറച്ചേ ഉള്ളൂ, പരിമിതമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ ലോകത്ത് 2 വർഷം വ്യാപരിച്ചിരുന്ന
ഒരാളാണ്. ആകാശവാണിയിലേക്ക് അതിഥിയായി എത്തുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ നൊസ്റ്റു എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ വരുന്നു. പുറത്ത് സജി ദേവി ചേച്ചിയും വേറെ കുറേ സുഹൃത്തുക്കളെയും കാണുന്നു, അവരോട് കുറച്ച് നേരം സംസാരിക്കുന്നു. പിന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ എനിക്ക് ഡ്യൂട്ടി എല്ലാം വൈകുന്നേരം 5 മണി ഡ്യൂട്ടി സമയമായിരുന്നു, 5 തൊട്ട് 12 വരെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്യൂട്ടി റൂമിലിരുന്ന് മനീഷിനോട് സംസാരിക്കണം, ഒക്കെ വളരെ സന്തോഷമായിട്ട് ഓർക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഗർഭിണിയായിരുന്ന ഒരു സമയത്തും അത് കഴിഞ്ഞ് പ്രസവിക്കുന്ന സമയത്തും ഒക്കെ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. അപ്പം 8:45 ഡ്യൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയൊരു 10 മണി വരെയുള്ള ബ്രേക്ക് ടൈമിലാണ് മോളെയും കൊണ്ടുവരുമായിരുന്നു. ഹസ്ബൻഡും കൂട്ടുകാരനും കൂടെ ഒക്കെ മോളെയും കൊണ്ട്, കുഞ്ഞു വാവ 4 മാസം, അവളെ കൊണ്ടുവന്ന് ഇവിടെ മുലപ്പാൽ കൊടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര രസമുള്ള ഓർമ്മയാണ്. അത് കഴിഞ്ഞിട്ട് ആ സ്പേസിൽ നമ്മൾ അതിഥിയായിട്ട് വരിക എന്ന് പറയുന്നത് സത്യത്തിൽ നല്ലൊരു അനുഭവമാണല്ലേ, എല്ലാവർക്കും കിട്ടാത്ത. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും അങ്ങനെയാണല്ലോ, ഓരോ നിമിഷവും നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആലോചിച്ചാൽ എത്രമാത്രം ഭാഗ്യമുള്ളവരാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്. എത്ര സന്തോഷമുള്ള ജീവിതമാണ്. ഓരോ ദിവസവും പുതിയ ആൾക്കാരെ കാണുന്നു, സിനിമകളിൽ അഭിനയിക്കുന്നു. എല്ലാവരും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണല്ലോ ഇതൊക്കെ. സിനിമകളിൽ അഭിനയിക്കുന്നു, നമ്മളെ പരിചയമുള്ളവരെ കാണാൻ പറ്റുന്നു, നമ്മളെ ആൾക്കാരെ തിരിച്ചറിയുന്നൊക്കെ പറയുന്ന ഇതൊക്കെ ജീവിതം തരുന്ന ഓരോരോ സൗഭാഗ്യങ്ങളായിട്ടാണ് ഞാൻ. പിന്നെ ഒന്നും വേണ്ട, ശരിക്കും ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് എടുക്കാൻ പറ്റുന്ന ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലും പോസിറ്റീവാണ്. അങ്ങനെ ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് കാണാമെന്നാണ് ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ട. ഞാനും അങ്ങനെയാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ മകൾ വളർന്ന് വലുതായി അമ്മയും മകളും കൂടി ഒരു സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി, ആഭാസം എന്ന് പറഞ്ഞ സിനിമയില്. അത് കഴിഞ്ഞ് രമേശൻ ഒരു പേരല്ല, 2 സിനിമ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അവള് കളിയാക്കി പറയും, എൻ്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച 2 സിനിമയിലും അമ്മയുടെ തന്നെ മോളായിട്ട് സിനിമയിലും അഭിനയിക്കേണ്ടി വന്നു എന്നുള്ള ഒരു പരിമിതിയാണ്. കൃഷ്ണൻ സാറിൻ്റെ ഒരു വെബ് സീരീസിൽ അവൾ ഇപ്പോൾ അഭിനയിക്കുന്നു. പിന്നെ നമ്മുടെ തന്നെ ആപ്റ്റ് എന്ന് പറഞ്ഞ നമ്മുടെ സംഘടനയുണ്ടല്ലോ, അതിൻ്റെ നാടകം ഒരു ടെർമിനൽ പ്രണയകഥ, അതിലിപ്പോൾ അഭിനയിച്ചു. അലമേലു അമ്പു എന്നാണ് പേര്. വളരെ മിടുക്കിയായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഓക്കെ, ഇനി കുടുംബത്തിലെ മറ്റ് ആൾക്കാരെയും കുടുംബത്തിലെ മറ്റ് കലാകാരികളെയും കലാകാരന്മാരെയും ഒക്കെ പരിചയപ്പെടുത്താം, വളരെ സമയമാണ്. അനിയത്തി സ്മിത അമ്പു, അനിയത്തി നാടകക്കാരിയും സിനിമയിലെ സജീവവുമാണ് സ്മിതയും. അനിയൻ സെൻട്രൽ ഗവൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. നാത്തൂനും ഒരു ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അമ്മയാണ്. ഞങ്ങളുടെ അമ്മ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അമ്മയാണ് സത്യത്തിൽ എന്നെ കലാകാരി. എനിക്ക് തോന്നുന്നു അനിയത്തിയുമൊക്കെ ഞാൻ ചെറുതിലേ തൊട്ട് 3 വയസ്സ് തൊട്ട് ആകാശവാണി വല്ലാണ്ട് ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ലളിത സംഗീത പാഠം കേട്ട് അമ്മ എഴുതി തന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് പാട്ടുകൾ. അങ്ങനെയാണ് ലളിതഗാനങ്ങൾക്കൊക്കെ സമ്മാനമൊക്കെ കിട്ടുന്നത്. അങ്ങനെ തുടങ്ങിയത് അമ്മയുണ്ട്. പിന്നെ മിട്ടുപ്പൻ എന്ന് പറഞ്ഞിട്ട് മിലൻ മാനവ് എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചുമോനുണ്ട്, അനിയൻ്റെ മോനുണ്ട്. ഇതാണ് ജീവിതത്തിൻ്റെ സന്തോഷം. നിറച്ച് സൗഹൃദങ്ങളുണ്ട്. പിന്നെ അന്നന്ന് കാണുന്നവരോട് എപ്പോഴും ചിരിക്കാൻ പറ്റുന്ന, അത് വളരെ പോസിറ്റീവാണല്ലോ എപ്പോഴും. അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ജീവിതം. അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് വരാൻ പോകുന്നത് മെയ് 2-ാം തീയതി ഉർവശി ചേച്ചിയുടെ കൂടെ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ച സിനിമ വരികയാണ്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ജലധാര പമ്പ് സെറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഉർവശി ചേച്ചിയുടെ അപ്പം അഭിനയിച്ചിരുന്നു. അന്ന് ചേച്ചി മൊബൈൽ നീട്ടിയിട്ട് നമ്പർ ഡയൽ ചെയ്ത് തരുമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്താണ്. കഴിഞ്ഞ് കേരളീയം പരിപാടിക്ക് മ്യൂസിയത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉർവശി ചേച്ചി കോളിംഗ് എന്ന് മൊബൈലിൽ എഴുതി കാണിക്കുന്നു. ടൈം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുത്താൽ, അപ്പോൾ എനിക്കത് അതിശയമായിരുന്നേ, ചുമ്മാതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ഉർവശി ചേച്ചി ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ചേച്ചി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ചേച്ചി അറിയാതെ കോൾ വന്നേ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി തിരിച്ചു വിളിക്കുന്നു, ശൈലജ ഞാനൊരു സിനിമ ചെയ്യുന്നു, എൻ്റെ ഹസ്ബൻഡാണ് ഡയറക്ടർ ശിവാസ് സാറ്, അഭിനയിക്കാൻ വരുമോ എന്നിങ്ങനെ ചോദിക്കുന്നു. വലിയൊരു ക്രെഡിറ്റ് ആയിരുന്നു അത്. അങ്ങനെ ചെല്ലുന്നു. കുറേ സ്ക്രീൻ സ്പേസ് ഉണ്ട് സിനിമയിൽ. അതിനേക്കാൾ കൂടുതൽ ചേച്ചിയെ പോലെ ഒരു ലെജൻഡറി ആക്ട്രസ് കൂടെ നിന്ന് അഭിനയിക്കുന്നു. അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളുടെ വാക്കിന് വില തരുന്നു. അതുപോലെ ചെയ്യാമെന്ന് നമ്മളോട് പറയുന്നു. അതൊരു വല്ലാത്ത കാര്യമാണല്ലോ. അവരൊരു വലിയ പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മളോട് ഇതെല്ലാം ചെയ്യുമെന്ന് പറയുമല്ല, നമ്മൾ ചെയ്യുന്നതും കൂടെ അവരെ എടുക്കുകയാണ്. അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. നമ്മളെ ചിലത് പഠിപ്പിച്ചു തരുന്നു. വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഉർവശി ചേച്ചി. എനിക്ക് ഇപ്പോഴും രോമാഞ്ചം. ആ സിനിമ 2-ാം തീയതി മെയ് 2-ന് റിലീസാവാണ്. അന്ന് തന്നെ ഞാൻ നായികയായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ മെയ് 2-ന് തന്നെ സഹീർ അലി സാറ് ഡയറക്ട് ചെയ്ത എ ഡ്രാമാറ്റിക് ഡെത്ത് അത് വരുന്നു. കോവിഡ് കാലത്ത് റിലീസ് ആവേണ്ടതായിരുന്നു, ഷൂട്ട് ചെയ്തൊക്കെ. പിന്നെ മെയിൽ തന്നെ ആയിരിക്കും വിപിൻ ദാസ് സാർ, ജയഹയുടെ ഒക്കെ ഡയറക്ടറായിട്ടുള്ള വിപിൻ ദാസ് സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ വരുന്നുണ്ട്. വേറൊരു വിപിൻ എസ് ആണ് ഡയറക്ട് ചെയ്യുന്നത്. വ്യസനസമേതം ബന്ധുബിത്താദികൾ. ഇപ്പോൾ ഒരു അനൂപ് മേനോന്റെ ഒരു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ തനിനിറം എന്നാണ് ആ സിനിമയുടെ പേര്.
കുറച്ച് സിനിമകൾ റിലീസ് ആവാനുണ്ട്. അങ്ങനെ വളരെ സന്തോഷമാണ് അതൊക്കെ. വളരെ സന്തോഷം. പഴയൊരു സുഹൃത്തിനെ ഇങ്ങനെ ഇത്രയും തിരക്കുള്ള സിനിമകളുടെ ഇടയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നതിൽ, ഈ തിരക്കിനിടയിലും ഇവിടെ സംസാരിക്കാൻ, അതിനോടൊപ്പം പാട്ടുകൾ പാടാൻ, ഫേസ്ബുക്കിൽ കാണുന്ന കാര്യങ്ങളോട്, സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളോട് അപ്പോഴുള്ള തൻ്റെ പ്രതികരണങ്ങൾ അറിയിക്കാൻ ഒക്കെ ശൈലജ സമയം കണ്ടെത്തുന്നുണ്ട്. ഈ സുഹൃത്തിനെ കുറച്ചു നേരം ഇന്റർവ്യൂവിനായിട്ടാണെങ്കിലും സംസാരിക്കാൻ അടുത്ത് കിട്ടിയതിൽ വലിയ സന്തോഷം. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആശംസകൾ. ശരി മനീഷ്, എനിക്ക് ഒരുപാട് സന്തോഷം. കാര്യം ഇങ്ങനെ കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി. അത് ഒരു ഫോർമാലിറ്റിയും ഇല്ല, നമ്മൾ വളരെ സൗഹാർദ്ദപരമായി സംസാരിച്ചു. എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും പങ്കുവയ്ക്കുന്നു. നടിയും നാടക പ്രവർത്തകയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പു അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.